أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ജ്യേഷ്ഠന്മാരെ, കൊച്ചനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ബാക്കിലൊക്കെ ചെതറി നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് സദസ്സിലേക്ക് കയറിയിരുന്നാൽ നന്നാവും. വലിയൊരു സദസ്സും അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ആളുകൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉയരെയുള്ള സ്റ്റേജിൽ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾ ആദ്യത്തെ സെഷൻ എന്നുള്ള നിലയിൽ ഈ ഖുർആൻ ക്ലാസിൻ്റെ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിന്നിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ വലിയൊരു ക്ലാസ്സിനൊന്നും പ്രസക്തിയില്ല എന്നറിയാം. എന്നിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സദസ്സിൽ ഒരു നസീഹത്ത് എന്ന അർത്ഥത്തിൽ മാത്രം ചുരുങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പെരുന്നാളിൻ്റെ സന്തോഷം പോലെ ആഘോഷിക്കുകയാണ് നമ്മളൊക്കെ. ഇന്നിവിടെ രാവിലെ തന്നെ സാധാരണ പെരുന്നാൾ നിസ്കാരത്തിന് ഈദ്ഗാഹിലേക്കൊക്കെ പോകുന്നത് പോലെ രാവിലെ തന്നെ ഒരുങ്ങി കുളിച്ച് സന്തോഷത്തോടു കൂടി നമ്മളൊക്കെ ഒരുങ്ങി പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ട് ആളുകളെ കൂട്ടിയിരുത്തി ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വന്ന ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, കുടുംബബന്ധം മുറിച്ചവരാരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ ഇവിടെ നിന്നും പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ദിവസം അദ്ദേഹം ക്ലാസ്സിലേക്ക് കടന്നു വന്നത്. ഇത് കേട്ടപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരു യുവാവ് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി. അദ്ദേഹം ഉടനെ തന്നെ അവിടുന്ന് ഇറങ്ങി കുറച്ചകലെ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മായിയുടെ അടുത്തേക്ക്, ഉപ്പയുടെ പെങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. കാലങ്ങളായിട്ട് ഇവരിൽ നിന്ന് അകന്ന് താമസിക്കുന്ന ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ച് ഏറ്റുപറയുകയും ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്നതിനിടയിൽ ആ സ്ത്രീ പറഞ്ഞു, നീ തിരിച്ചു ചെന്നിട്ട് അബൂ ഹുറൈറയോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിക്കണം എന്ന് പറയുകയുണ്ടായി. ഇതേ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോവാൻ ആളുകളോട് താങ്കൾ ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് വളരെ പ്രസക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു,
ആർ കുടുംബബന്ധം മുറിച്ചുവോ പിന്നീട് അവൻ്റെ നന്മകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവണം എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി. കുടുംബബന്ധം മുറിച്ചവൻ്റെ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് വരുമ്പോൾ നമ്മളുടെ ഇഹപാരത്രിക ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിന് കുടുംബബന്ധങ്ങൾ മുറിക്കുന്നത് കാരണമാവുമെന്ന ഒരു വലിയൊരു പാഠം നമുക്കതിൽ നിന്ന് ലഭിക്കുകയാണ്. നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ അംഗസംഖ്യ കാണിച്ചുകൊണ്ട് അതിൽ ഫഖ്റ് നടിക്കുന്നതിന് വേണ്ടിയല്ല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മറിച്ച് നമ്മുടെ ഉപ്പാപ്പയുടെ മക്കളുടെ മുഴുവൻ ആ കുടുംബത്തെ മുഴുവനായിട്ട് ഒത്തുചേരാനും പലയിടങ്ങളിൽ നിന്നായി പലപ്പോഴും നമ്മളൊക്കെ കാണാറുണ്ട്. പക്ഷേ നമുക്കൊന്നും അറിയില്ലായിരുന്നു നമ്മളൊരു കുടുംബത്തിൽ കണ്ണിചേരുന്നവരാണ് എന്നുള്ളത്. അതിൻ്റെ ഒരു തിരിച്ചറിവിന് വേണ്ടി മാത്രവുമല്ല, അള്ളാഹു ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചിരിക്കുന്ന പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഇണക്കിച്ചേർക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളിവിടുന്ന് ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് എന്ന നിയത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം. നമ്മൾ കുടുംബബന്ധം എന്ന് പറയുമ്പോൾ, കുടുംബം എന്ന് പറയുമ്പോൾ കേവലം ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മക്കൾ മാത്രം അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജ സഹോദരങ്ങൾ മാത്രം അടങ്ങുന്നതാണ് കുടുംബം എന്ന് നമ്മൾ കരുതരുത്. മറിച്ച് ഈ പറഞ്ഞതുപോലെ വിശാലാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബ സംഗമമാണ് നമ്മളിവിടെ നടത്തുന്നത്. എള്ളിൽ മമ്മി വല്യപ്പയുടെ മക്കളും പേരമക്കളുമൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു മഹത്തായ സദസ്സിൽ നമ്മുടെ ഇനി തുടർന്നങ്ങോട്ട് ഈ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഇന്നേ വരെ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ പൂർത്തീകരണം എന്നോടെ നടത്തുന്ന ഈ സദസ്സിന് ഒരു ഫലമുണ്ടാവുകയുള്ളൂ എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി അള്ളാഹു പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണത്. ഞാൻ ഓതി വെച്ച ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി വഖലഖ മിൻഹാ സൗജഹ വബസ്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അതിൽ നിന്ന് ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഏതൊരു അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അന്യോന്യം ചോദിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങളെയും. തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ എങ്ങനെയാണോ പരിഗണിക്കേണ്ടത് അതേ അർത്ഥത്തിൽ തന്നെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു അപകടം വരുന്ന എന്ന രൂപത്തിലുള്ളൊരു സൂക്ഷ്മതയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് യഥാവിധി പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അള്ളാഹുവിനെ എങ്ങനെയാണോ നിങ്ങൾ പരിഗണിക്കുന്നത് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെയും ബന്ധങ്ങളെയും നിങ്ങൾ പരിഗണിക്കണം എന്നാണ് അള്ളാഹു ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളെക്കുറിച്ച് പറയുമ്പോൾ അത് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതിന് പകരം നമ്മൾ പരിഗണിക്കുകയും ഓരോ ഉപ്പയും ഉമ്മയെയും പരിഗണിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയ മാതാപിതാക്കൾ അവരുടെ സുഹൃത്തുക്കളെ അവരെങ്ങനെയാണോ പരിഗണിച്ചത് അതുപോലെ നിങ്ങളും പരിഗണിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുമ്പോൾ അതിനേക്കാൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും പരിഗണിക്കണമെന്ന് അള്ളാഹു ഖുർആനിലൂടെ തന്നെ ഒരുപാടിടങ്ങളിൽ അള്ളാഹുവിനെ പരിഗണിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ പലയിടങ്ങളിലും ഈ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് അള്ളാഹു വളരെ കൃത്യമായി പറയുന്നുണ്ട്.
മാത്രവുമല്ല മറ്റൊരു ഖുർആനിക സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് വല്ലദീന യൻഖുലൂന അഹദല്ലാഹി മിൻ ബാദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർളി ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. ഇവിടെയും കരാറുകൾ ലംഘനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഇവിടെയും പറയുന്നത് ബന്ധത്തെക്കുറിച്ചാണ്. അള്ളാഹുവിനോടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം ലംഘിക്കുകയും അവൻ കൂട്ടിയിണക്കാൻ കൽപ്പിച്ചവയെ അറുത്തുമാറ്റുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് ശാപമുണ്ട്. അവർക്ക് ശാപമാണ് അവർക്കുണ്ടാവുക, അവർക്ക് ഏറ്റവും ചീത്തയായ പാർപ്പിടവുമാണ് ഉണ്ടാവുക എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇവിടെയും കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർക്ക് കൃത്യമായി അള്ളാഹുവിൻ്റെ ശാപം ഈ ഭൂമിയിലും പരലോകത്തും അനുഭവിക്കേണ്ടി വരും. അവിടെ തിരിച്ച് പരലോകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ സങ്കേതവും വളരെ ദുഷ്കരമായിരിക്കും എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധത്തിനുള്ള പ്രാധാന്യമാണ് ഇതിലൂടെയൊക്കെ സൂചിപ്പിക്കപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ എത്ര വളരെ പ്രാധാന്യത്തോടു കൂടി കാണുമ്പോൾ തന്നെ അത് കൂട്ടിയിണക്കി കൊണ്ടുപോവുക എന്നുള്ളതും കുറച്ച് ദുഷ്കരമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പല ആശയക്കാരായിരിക്കാം, പലവിധ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം, പല രൂപത്തിലുള്ള പല സ്വഭാവക്കാരായിരിക്കാം, പല രൂപത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവരായിരിക്കാം. ഇങ്ങനെയൊക്കെ ആവുമ്പോഴും ഇവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്നവനാണ് കുടുംബ ബന്ധങ്ങളിൽ വിജയിക്കുന്നവനെന്നർത്ഥം. നമുക്കറിയാം, രാഷ്ട്രീയപരമായിട്ടൊക്കെ വിഭിന്നമായ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ. ജ്യേഷ്ഠാനുജന്മാർ തന്നെ വ്യത്യസ്തമായ സംഘടനകളും പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷേ ഇതൊന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിഘ്നമുണ്ടാക്കുന്നതാക്കി തീർക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയ മേഖലയിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഒരുപക്ഷെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതൊരിക്കലും തന്നെ വ്യക്തിബന്ധങ്ങൾക്ക് വിഘാതമാവാതിരിക്കാനുള്ള ജാഗ്രത കുടുംബം എന്നുള്ള തലത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ കേവലമായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാവരുത് നിങ്ങളുടെ കുടുംബ ബന്ധം എന്ന് പറയുന്നുണ്ട്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസൽ വാസിലു ബിൽ മുക്കാഫി വലാകിന്നൽ വാസിലു അല്ലദീ ഇദാ ഖതഅത റഹ്മഹു വസലഹ. വളരെ കൃത്യമായിട്ട് അള്ളാഹു പറയുകയാണ്, ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബബന്ധം പുലർത്തുന്നവൻ, മറിച്ച് പിന്നെയോ മുറിഞ്ഞു പോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നവനാണ് എന്നാണ്. നമ്മൾ അങ്ങനെ നമ്മൾ നറ്റുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നവനാണ് കുടുംബബന്ധം ചേർത്തവൻ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്ത് എനിക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ബന്ധം പുലർത്തുന്നവനല്ല കുടുംബം പുലർത്തുന്നവൻ. മറിച്ച് നമ്മോടിങ്ങോട്ട് ആരെങ്കിലും കുടുംബബന്ധം വിച്ഛേദിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധത്തെ ചേർത്ത് പിടിച്ചവനെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇങ്ങനെ കാര്യലാഭത്തിനപ്പുറത്തേക്കുള്ള ബന്ധമാണ്. അവിടെ താല്പര്യങ്ങളില്ല, അവിടെ മറ്റേതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ടല്ല നമ്മൾ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. മറിച്ച് ഇത് നമ്മുടെ ദൈവികമായിട്ടുള്ള നമ്മോടുള്ള ആജ്ഞയുടെ പൂർത്തീകരണം കൂടിയാണ് എന്ന ഉദാത്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ അത് ഊഷ്മളമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് വിശാലമായിട്ട് ഖുർആനിൽ നമ്മൾ പലപ്പോഴും വെള്ളിയാഴ്ചകളിൽ നമ്മൾ കേൾക്കാറുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ വയതാമ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅഇലുക്കും ലഅല്ലക്കും തദക്കറൂൻ എന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ മിമ്പറിൽ നിന്ന് ഖത്തീബ് ഓതുന്ന ഈ ആയത്ത് നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ വളരെ കൃത്യമായിട്ട് അള്ളാഹു പറയുന്നത്, സഹായിക്കുന്നതിന് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധത്തിലുള്ളവർക്ക് സഹായം നൽകാനും തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നു. ഇവിടെ കുടുംബബന്ധം എന്ന് പറയുമ്പോൾ ഇതിന് ശേഷം പറയുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നും നിൽക്കാനുമാണ് അവൻ കൽപ്പിക്കുന്നത്.
നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു എന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നതിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിൽ ഖുർബ വ ഈത്താ ഇതിൽ ഖുർബ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിന് കൊടുക്കേണ്ട പരിഗണനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, സാമ്പത്തിക സഹായം ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, മറ്റ് സഹായങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത് പ്രാമുഖ്യം കൊടുക്കേണ്ടതിൻ്റെ അതിൻ്റെ ഒരു കാറ്റഗറി നിശ്ചയിക്കുമ്പോൾ വളരെ പ്രധാനമായ പരിഗണനയിലേക്ക് വരേണ്ട ഒന്നാണ് കുടുംബബന്ധം എന്ന് പറയുന്നത്. കുടുംബത്തിലുള്ള ആളുകൾക്ക്, കുടുംബത്തിൽ ആവശ്യമുള്ള ആളുകൾക്ക്, ദരിദ്രർക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക്, മറ്റ് സഹായം ആവശ്യമുള്ളവർക്ക് അവർക്കൊക്കെ പരിഗണന കൊടുക്കണം എന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വിശാലാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ കൂട്ടുകാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് 7 കാര്യങ്ങൾ ഉപദേശിക്കുകയുണ്ടായി. അതിലൊന്ന്, കുടുംബക്കാർ എന്നെ അകറ്റിയാലും ഞാൻ അവരോട് ബന്ധം ചേർക്കണമെന്നതാണ് ആ 7 ഉപദേശങ്ങളിൽ ഒന്ന് എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ മുറിച്ച് മാറ്റിയാലും നമ്മൾ അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർത്തവനായിട്ട് തീരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഞാനിതൊക്കെ പറയുമ്പോൾ ഈ ആയത്തുകളും പ്രവാചക അധ്യാപനങ്ങളും ഖുർആനിക വചനങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ജീവിതത്തിലുള്ള കുടുംബ വിച്ഛേദം സംഭവിക്കുകയും അത് തുടരുകയും ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ കേൾക്കുന്നത്. മറിച്ച് മറ്റുള്ള ആളുകളെ വിലയിരുത്തുന്നതിന് വേണ്ടിയല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ടോ, ഞാൻ എൻ്റെ കുടുംബത്തെ യഥാവിധി പരിഗണിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ എങ്ങനെയാണോ പരിഗണിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഞാൻ യഥാർത്ഥത്തിൽ പരിഗണിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നുകിൽ മൂത്താപ്പന്മാരാണ്, അല്ലെങ്കിൽ മൂത്തുമ്മമാരാണ്, എളാപ്പമാരാണ്, എളോമ്മമാരാണ്, ഇക്കാക്കമാരാണ്, ഇച്ചാച്ചമാരാണ് എന്നിരിക്കെ നമുക്കൊക്കെ അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അങ്ങനെ കുടുംബ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് നമുക്കിവിടെ ജീവിച്ച് മരിച്ചു പോവാൻ കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു അതിനുള്ള പ്രതിഫലം സ്വർഗമാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഈ ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘടനക്കും ആശയങ്ങൾക്കുമൊക്കെ അതീതമായിട്ട് കുടുംബം എന്നൊരു വൈകാരിക തലത്തിൽ അതിനെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ മാത്രമല്ല, കുടുംബത്തിൽ വിശ്വാസികളായ അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെപ്പോലും പരിഗണിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് പലപ്പോഴും നമുക്കറിയാം. നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ കല്യാണം കഴിച്ച് വന്നവർ, അല്ലെങ്കിൽ അവരുടെ പുതുതായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, അവരുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ ഇപ്പോഴും മറ്റ് മതത്തിലെ വിശ്വാസികളായിരിക്കാം. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ അവരുമായിട്ടൊക്കെ ഏറ്റവും നല്ല ബന്ധം പുലർത്തണമെന്ന് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ അസ്മാ ബിന്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, എൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വന്നു. അവർ അപ്പോൾ ബഹുദൈവ വിശ്വാസിനിയായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇവർ ബഹുദൈവ വിശ്വാസിനിയാണ്, ഇവരുടെ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എൻ്റെ മാതാവിനോട് കുടുംബബന്ധം പുലർത്തട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി, മാതാവിനോട് കുടുംബബന്ധം പുലർത്തട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിൻ്റെ ഉമ്മയുമായി നല്ല ബന്ധം പുലർത്തുക എന്ന്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റ് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ നമ്മൾ കുടുംബത്തെ അകറ്റിക്കളയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇവിടെയാണ്. അള്ളാഹുവിലുള്ള വിശ്വസിക്കാത്ത ഒരാളായിരുന്നിട്ട് പോലും, ബഹുദൈവ വിശ്വാസിയായിരുന്നിട്ട് പോലും, അള്ളാഹു പൊറുക്കാത്ത ഒരു പാപമായിട്ട് എണ്ണിയ ശിർക്കിൽ വിശ്വസിക്കുന്ന ആളായിരുന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ അധ്യാപനത്തിനനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവരോട് പോലും വളരെ നല്ല ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ
ഇത്രയും പറഞ്ഞുകൊണ്ട് കുടുംബബന്ധത്തിൻ്റെ മഹാത്മ്യങ്ങൾ ഒരുപാടുണ്ട്. അത് മുറിച്ചു കളഞ്ഞാൽ ഉണ്ടാവുന്ന അപകടങ്ങളും ശിക്ഷകളെക്കുറിച്ചൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ള അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് മാത്രം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവസാനമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പുണ്ടായിരുന്ന പിതാമഹന്മാർ, നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉപ്പമാർ, ഇവരൊക്കെ കുടുംബത്തോട് ഇത്രയും അടുത്ത് നിന്ന പരസ്പരം പരിഗണിച്ചവരായിരുന്നു എന്നുള്ളത് നമ്മുടെ ഒക്കെ ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 10, 35, 40 വയസ്സൊക്കെ ഉള്ള ആളുകളൊക്കെ വളരെ കൃത്യമായി നമ്മുടെ ഉപ്പാപ്പമാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം കൊടുത്തിരുന്ന ബഹുമാനം, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ, കുടുംബത്തിലെ മറ്റു ബന്ധുക്കൾ തമ്മിൽ അവർ കൊടുത്തിരുന്ന പരിഗണന ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നന്നായി കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ എള്ളിലുപ്പാപ്പയുടെ 5ാമത്തെ മകനാണ് എൻ്റെ വലിയപ്പ, നടുവിലെ കണ്ടി കുഞ്ഞബ്ദുള്ള. പക്ഷേ അവരെ ഈ കുടുംബത്തിലും പരിസരത്തുമുണ്ടായിരുന്ന ആളുകൾ പോലും കുഞ്ഞിക്ക എന്ന് വിളിച്ചുകൊണ്ട് ബഹുമാനത്തോടു കൂടി, കുടുംബത്തിലെ മുതിർന്ന ആളുകൾ പോലും പരസ്പരം കൂടിയാലോചനകൾ നടത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മുടെ വല്യപ്പമാരും നമ്മുടെ ഉപ്പാപ്പമാരും എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അവരുടെ ആ നന്മയുടെ പാതയിൽ നമുക്കും മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. പരസ്പരം ഉൾക്കൊള്ളാനും പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും പരസ്പരം മുഷാവറ നടത്താനും അഭിപ്രായങ്ങൾ തേടാനും കുടുംബത്തിലെ കാര്യങ്ങൾ ഊഷ്മളമായി നടത്തിക്കൊണ്ടു പോവാനും ഒക്കെ നമുക്കും കഴിയുമ്പോഴാണ് നമ്മുടെ ഉപ്പാപ്പമാരെയും പിതാമഹന്മാരെയും ഒക്കെ നമ്മളിവിടെ ഇന്നിങ്ങനെ അനുസ്മരിക്കുമ്പോൾ അത് അന്വർത്ഥമാവുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റിതര മതവിശ്വാസികളായിട്ടുള്ള കുടുംബക്കാരോട് പോലും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു മതത്തിൻ്റെ അനുയായികൾ എന്നുള്ള നിലയിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളും ഊഷ്മളമായി തീരേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. കുടുംബം നിലനിർത്തി ഊഷ്മളമായ ബന്ധം കാത്ത് സൂക്ഷിച്ചതിൻ്റെ പേരിൽ സ്വർഗം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അസാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا لنكونن من الخاسرين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.